ഷിഗിൻഷിമ എന്നൊരു ഡിസ്ട്രിക്റ്റിലാണ് കഥ നടക്കുന്നത്. 3 വലിയ വാൾസ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു കിങ്ഡമിലാണ് ഹ്യൂമൻസ് ജീവിക്കുന്നത്. വാൾ മരിയ, വാൾ റോസ്, വാൾ സീന. ടൈറ്റൻസ് എന്ന് പറയുന്ന മനുഷ്യനേക്കാൾ 100 ഇരട്ടി വലുപ്പമുള്ള ക്രീച്ചേഴ്സിൽ നിന്നും അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാൾസ് പണിതിരിക്കുന്നത്. ഈ 3 വാൾസിൻ്റെ ഉള്ളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. വാളിന് 50 മീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉണ്ട്. കഴിഞ്ഞൊരു 100 കൊല്ലമായിട്ട് ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ട് മനുഷ്യരിവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നത്, എറൻ യേഗർ. എറൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇതുപോലെ കൂട്ടിൽ കിടക്കാതെ ഔട്ടർ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ വാൾസ് പൊളിച്ച് ടൈറ്റൻസ് ഉള്ളിൽ വന്ന് മനുഷ്യരെ കൊല്ലുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് എറൻ ഞെട്ടി എണീക്കുന്നത്. എണീക്കുമ്പോൾ അവൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മികാസ അടുത്ത് നിൽപ്പുണ്ട്. മികാസയും എറനും വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയതാണ്. എന്നിട്ട് അവർ തിരിച്ചു വരുമ്പോൾ വാളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് 4 സോൾജേഴ്സിനെ കാണുന്നു. ഇവരാണ് സ്റ്റേഷൻഡ് ആർമി കോപ്സ്. വാളിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇവർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ടിട്ട് എറൻ ദേഷ്യപ്പെടും. അപ്പോൾ ഈ 100 വർഷമായിട്ടും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് മികാസയും എറനും എറൻ്റെ വീട്ടിലേക്ക് പോകും. ഈ സമയത്ത് എറന് സർവറി കോപ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹം അവിടെ വെച്ച് അവൻ പറയും. ഈ സർവറി കോപ്സ് എന്ന് പറഞ്ഞാൽ ഈ വാൾസിൻ്റെ ഒക്കെ പുറത്ത് പോയിട്ട് ടൈറ്റൻസിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സാണ്. ഇവരിൽ പോയ പലരും തിരിച്ചു വന്നിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ പകുതി ശരീരമൊക്കെ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. സോ ഇവൻ ഇതിൽ പങ്കെടുക്കുന്നതിന്, ഇതിൽ പോകുന്നതിനോട് മികാസയ്ക്ക് ഒട്ടും താല്പര്യമില്ല. സോ അവൾ അതിനെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇവർ നടന്ന് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബെല്ല് കേൾക്കും. ഈ ബെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവറി കോപ്സ് തിരിച്ചു വരുമ്പോൾ അടിക്കുന്നതാണ്. ഇത് എറിന് മനസ്സിലാക്കിയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ അങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ അവർ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ പോയ ഒരു ഗാംഭീര്യത്തിൽ അവർ തിരിച്ചു വരുന്നത്. ഇവരെ കൂടെയുള്ള പലരെയും ടൈറ്റൻസ് തിന്നു, പലരും പരിക്കേറ്റ് തിരിച്ചു വന്നു, കൂടെ പോയ പലരും തിരിച്ചു വരാതായി. സോ വളരെ തളർന്നാണ് അവർ തിരിച്ചു വരുന്നത്. ഈ സമയത്ത് അവരുടെ കൂടെയുള്ള ഒരാളുടെ അമ്മ വന്നിട്ട് അവരുടെ മോനെ അന്വേഷിക്കും. അപ്പോൾ അവൻ്റെ ഒരു കൈ മാത്രമാണ് ഇവർക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയത്. ബാക്കി ഫുള്ള് ടൈറ്റൻസ് ഭക്ഷിച്ചു കഴിഞ്ഞു. സോ ഇങ്ങനെ തളർന്ന് പരാജയപ്പെട്ട കോപ്സായിട്ട് അവർ തിരിച്ചു പോകുന്നു. ഇത് കണ്ട് എറനും മികാസയും വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അവർ വീട്ടിലെത്തുമ്പോൾ എറൻ്റെ അമ്മയോട് മികാസ ഇവന് സർവറി കോപ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം പറയും. ഇത് കേൾക്കുമ്പോൾ അമ്മ ദേഷ്യപ്പെടും. പക്ഷേ എറൻ്റെ അച്ഛൻ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും. ആളൊരു ഡോക്ടറാണ്. കഴിഞ്ഞൊരു പാൻഡമിക്കിൽ ആ വില്ലേജിനെ മൊത്തം സേവ് ചെയ്തത് എറൻ്റെ അച്ഛനാണ്. ആൻഡ് പുള്ളി ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും പുള്ളി ബേസ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം എറന് കാണിച്ചു കൊടുക്കാമെന്നും പറയുന്നു. അത് കഴിഞ്ഞ് പുള്ളി പോവും. പുള്ളി പോയി കഴിയുമ്പോൾ എറൻ്റെ അമ്മ വീണ്ടും വന്നിട്ട് ഞാനിത് സംഭവിക്കില്ല, എനിക്കിതിൽ താല്പര്യമില്ല, ഈ വാളിന് പുറത്ത് പോകുന്നത് സ്റ്റുപ്പിഡിറ്റി ആണെന്നൊക്കെ പറയുമ്പോൾ എറൻ പറയും വാളിന് പുറത്ത് പോകുന്നതല്ല, ഈ വാളിനകത്ത് പശുക്കളെ പോലെ ഇങ്ങനെ നടക്കുന്നതാണ്, ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സ്റ്റുപ്പിഡിറ്റി എന്ന് പറഞ്ഞിട്ട് അവനോട് നിന്ന് പോകും. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് എറൻ്റെ വേറൊരു ക്ലോസ് ഫ്രണ്ടായ അർമിനെയാണ്. അർമിന് തനിക്ക് വാളിന് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞതുകൊണ്ട് അവൻ ഭയങ്കര ഹീറോയ്ക്ക് ആകുകയാണെന്നൊക്കെ പറഞ്ഞ് ബാക്കി കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഇവനെ ബീറ്റ് ചെയ്യണം. ഈ സമയത്ത് ദൂരെ നിന്ന് എറൻ ഓടി വരുന്നത് ഇവർ കാണുമ്പോൾ അവൻ വരുന്നുണ്ട്, ഇപ്പോൾ ബാക്കി ഇവന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ നിൽക്കുമ്പോൾ എറൻ്റെ പിറകെ നിന്ന് മികാസ ഓടി വരുന്നുണ്ട്. ഈ മികാസ വരുന്ന കാണുമ്പോൾ ഇവർ പേടിക്കും. ഇവർ പേടിച്ചിട്ട് ഇവർ ഓടും. പക്ഷേ എറൻ വിചാരിക്കും എറനെ കണ്ടിട്ടാണ് ഇവർ ഓടിയതെന്ന്. അവനത് പറയുമ്പോൾ അർമിൻ പറയും നിന്നെ കണ്ടിട്ടല്ല, മികാസയെ കണ്ടിട്ടാണ് ഇവർ ഓടിയതെന്ന് പറയും. അവിടെ നിന്ന് ഇവർ 3 പേരും ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് അവർ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. വാളിന് പുറത്ത് പോകുന്നതും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളും ഇൻ കേസ് ഇവർ ഈ ടൈറ്റൻസ് അകത്ത് വന്ന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഈ സമയത്ത് മികാസ ഒരു കാര്യം പറയും, കഴിഞ്ഞ 100 വർഷമായിട്ട് ടൈറ്റൻസ് ഉള്ളിൽ വന്നില്ല എന്ന് കരുതി ഇനി അവർ വരില്ല അല്ലെങ്കിൽ ഇന്ന് അവർ വരില്ല എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയും. ഈ സമയത്ത് ഒരു പോസ് ഉണ്ടാവും. ഈ കറക്റ്റ് എക്സാക്ട് മൊമെൻറ്റിൽ ഒരു വലിയ എക്സ്പ്ലോഷൻ സൗണ്ട് ഉണ്ടായിട്ട് ആ വാൾ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആവും. ഈ സമയത്ത് അവിടെ നിന്നൊരു പാർട്സ് തെറിച്ച് പല സ്ഥലങ്ങളിലൊക്കെ വീഴും. അപ്പോൾ ഈ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് എറനും മികാസയും അർമിനും കൂടെ ഓടും. അവിടെ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അവരെന്നിട്ട് നോക്കുമ്പോൾ ആ വലിയ 50 മീറ്റർ ഹൈറ്റുള്ള ഒരു വാളിൻ്റെ മുകളിൽ ഒരു ടൈറ്റൻ്റെ കൈ ഇവർ കാണും. അപ്പോൾ ഇവരെല്ലാവരും ആശ്ചര്യപ്പെടും, ഈ 50 മീറ്റർ ഹൈറ്റുള്ള ഈ വാളിൽ ഇവർ എങ്ങനെ ഈ ടൈറ്റൻ കൈവച്ചു എന്നുള്ളത്. അങ്ങനെ ഇവർ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ആ ടൈറ്റൻ അവിടെ വാളിനേക്കാൾ ഹൈറ്റ് 50 മീറ്റർ ഹൈറ്റുള്ള വാളിനേക്കാൾ ഹൈറ്റുള്ളൊരു ടൈറ്റൻ അവിടെ നിൽക്കും. എന്നിട്ട് ഇവർ ആ വാള് ബ്രേക്ക് ചെയ്യും. വാള് ബ്രേക്ക് ചെയ്യുമ്പോൾ കുറേ പാർട്സൊക്കെ പൊളിഞ്ഞ് പല സ്ഥലങ്ങളിലേക്കായിട്ട് തെറിച്ച് വീഴും. ഇത് പല ആൾക്കാരുടെയും ദേഹത്തായിരിക്കും വീഴുന്നത്, അതുപോലെ പല വീടുകളുടെ മുകളിലേക്ക് വീഴും. അങ്ങനെ അവിടെ നിന്ന് ആൾക്കാർ ചിതറി ഓടുമ്പോൾ ഈ ടൈറ്റൻ്റെ പുറകെ ഒരു 100 ടൈറ്റൻസ്, മനുഷ്യരെക്കാൾ 100 ഇരട്ടി വലുപ്പമുള്ള ടൈറ്റൻസ് ഇവരുടെ വില്ലേജിലകത്തേക്ക് കയറും. ഇത് കണ്ട് ആൾക്കാരൊക്കെ പേടിച്ചോടും, ഓടി ആൾക്കാർ വീണ് ചാകും. അതുപോലെ ടൈറ്റൻസ് പിടിച്ച് കുറേ പേരെ കഴിക്കും. ഇത് കണ്ടിട്ട് ഈ വാൾസ് പൊളിഞ്ഞ് വീണ ഭാഗത്താണ് എറൻ്റെ വീടുള്ളത്. അവിടെ അമ്മ തനിച്ചാണ്. ഇത് കണ്ടിട്ട് എറനും മികാസയും വീട്ടിലേക്ക് ഓടും. അപ്പോൾ ഈ ഓടുന്ന വഴിക്ക് എറൻ പറയുന്നുണ്ട്, തൊട്ട ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീടാണ്, അവിടെ ചെല്ലുമ്പോൾ വീട് അതുപോലെ തന്നെ ഉണ്ടാവും, ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ വളവ് തിരിയുന്നതും വീടിൻ്റെ മുകളിൽ ഒരു വലിയ പാറക്കഷ്ണമുണ്ട്. വീട് തകർന്ന് കിടക്കുകയാണ്. അതിനിടയിൽ അമ്മ പെട്ട് കിടക്കുകയാണ്. അമ്മയുടെ കാല് ഈ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ട് കിടക്കുക. അപ്പോൾ എറനും മികാസയും ഓടി ചെന്നിട്ട് അമ്മയെ രക്ഷപ്പെടുത്താൻ നോക്കും. പക്ഷേ ഇവർ എത്ര ശ്രമിച്ചിട്ടും ആ വീട് ലിഫ്റ്റ് ചെയ്തിട്ട്
ഇവർക്ക് അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മ പറയും നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നതും ദൂരെ നിന്നൊരു ടൈറ്റൻ ഇവരെ നോക്കി വരുന്നത് എറൻ്റെ അമ്മ കാണുകയും അമ്മ പറയും മികാസ എറനെയും കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടോ, എന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ കേസ് നിങ്ങളിത് ലിഫ്റ്റ് ചെയ്താലും എൻ്റെ കാല് മൊത്തത്തിൽ പോയി കിടക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കില്ല എന്ന് പറയും. പക്ഷേ എറനും മികാസയും അത് കേൾക്കില്ല. അവരമ്മയെ രക്ഷപ്പെടുത്താൻ തന്നെ നിൽക്കും. ടൈറ്റൻ ഇവരെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നേരത്തെ നമ്മൾ വാളിൽ വെച്ച് കണ്ട ആ ഒരു സോൾജേഴ്സിൽ ഒരാൾ ഹാനസ് അവിടേക്ക് വരും. ഈ ഹാനസ് ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഹാനസ് വന്നപ്പോഴും അമ്മ ഹാനസിനോട് പറയും നീ എറനെയും മികാസയും കൊണ്ടിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ, ടൈറ്റനിലേക്ക് നമ്മളെല്ലാവരെയും കൊല്ലുമെന്ന് പറയുമ്പോൾ പുള്ളി ഹീറോയ്ക്ക് ആവാൻ വേണ്ടിയിട്ട് ഇല്ല ഇവനെ ഞാൻ കൊന്നിട്ട് നിങ്ങളെ 3 പേരെ ഞാൻ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി വാളൊക്കെ എടുത്തിട്ട് നേരെ ടൈറ്റൻ്റെ അടുത്തേക്ക് ഓടും. പക്ഷേ ടൈറ്റൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ആളെ കണ്ടതും പുള്ളിയേക്കാൾ എത്രയോ മടങ്ങ് ഹൈറ്റുള്ള ആ ഒരു ടൈറ്റനെ കാണുമ്പോൾ തനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹാനസ് അവിടെ നിന്ന് വാളും പുറകിൽ വെച്ചിട്ട് തിരിച്ചു ഓടി വന്നിട്ട് എറനെയും മികാസയും എടുത്തിട്ട് അവിടെ നിന്ന് ഓടും. ഈ ഓടുന്ന സമയത്ത് അമ്മ സന്തോഷിക്കും, കാരണം പിള്ളേർ രക്ഷപ്പെട്ടല്ലോ എന്ന്. ഈ സമയത്ത് ടൈറ്റൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ പോകുന്നത് ഒട്ടും എറന് ഇഷ്ടമല്ല. അവൻ അവിടെ നല്ലൊരു വിളിക്കുക, എന്നെ നിർത്തൂ, എന്നെ വിട്, എനിക്ക് അമ്മയെ സേവ് ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും ഹാനസ് കേൾക്കാതെ ഇവരെയും കൊണ്ട് ഓടുകയാണ്. ഈ സമയത്ത് ടൈറ്റൻ അപ്രോച്ച് ചെയ്യും. ടൈറ്റൻ ആ വീട് ലിഫ്റ്റ് ചെയ്തിട്ട് അമ്മയെ എടുത്തിട്ട് നമ്മൾ ഈ മീനിൻ്റെയൊക്കെ തലയെടുത്ത് കളയുന്ന പോലെ തലയെടുത്ത് കളഞ്ഞിട്ട് മൊത്തത്തിലങ്ങ് കഴിക്കും. കടിക്കുമ്പോൾ ആ രക്തമൊക്കെ ഇങ്ങനെ തെറിച്ച് പോകുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇത് ദൂരെ നിന്നിട്ട് ഹാനസ് എടുത്തുകൊണ്ട് ഓടുന്ന എറൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മയെ ടൈറ്റൻ കൊല്ലുന്നത് മീൻസ് മുഴുവനോടെ കഴിക്കുന്നത് എറൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അടുത്ത എപ്പിസോഡ്.